അപ്പം ഞങ്ങൾക്ക് നാടൻ ചിക്കൻ കറി റെസിപ്പിയാണ്. ഇതിന് വേണ്ടത് 2 ഉള്ളി, 2 തക്കാളി. ഞാൻ പിന്നീട് 3 തക്കാളി എടുത്തിന് കേട്ടോ. 2 ഉള്ളിയും 3 തക്കാളിയും എടുക്കേണ്ടത്. അങ്ങനെ ചെറുതായി കട്ട് ചെയ്ത 2 തക്കാളിയും 3 ഉള്ളിയും എടുക്കുക. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി ആഡ് ചെയ്യണം. അങ്ങനെ കുറച്ച് 2 സവാള നമ്മൾ ആഡ് ചെയ്തു. 2 സവാള നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ, എന്നാലേ അത് സൂപ്പറായി കിട്ടുള്ളൂ. 2 സവാള നല്ലോണം വഴറ്റിയെടുക്കണം. കുറച്ച് സമയം തന്നെ ഞാൻ അതിന് വേണ്ടി വെച്ചു. 2 സവാള മുറിച്ചതിന് ശേഷം അത് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം, നല്ല വെന്ത് ഉരുകി വരണം. അങ്ങനെ അതിന് ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ 2 സവാള നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 2 പച്ചമുളകാണ്. അങ്ങനെ 2 പച്ചമുളകും ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം അത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 5-6-7 മിനിറ്റ്സോളം നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ആ സവാളയിൽ നല്ലോണം വെന്തിട്ട് നല്ലവണ്ണം സെറ്റായി കിട്ടുള്ളൂ. അപ്പം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക, സവാള വെന്ത് വരുന്നത് വരെ. ഇത് കുറച്ച് അധികം ടൈം വെക്കണം കേട്ടോ, ഇങ്ങനെ സവാള വെന്ത് വരുന്നവരെ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അങ്ങനെ നല്ലോണം വെന്ത് വരുന്നുണ്ടായിരുന്നു. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി 4-5 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇതിൽ 3 തക്കാളിയും കൂടി ആഡ് ചെയ്തു. കുറച്ച് സമയം തന്നെ നമ്മളിതിന് വെയിറ്റ് ചെയ്യണം കേട്ടോ, തക്കാളി ഉള്ളിയും ഉരുകി വരാൻ വേണ്ടിയിട്ട്. ഇതിൽ 3 മുളക് പൊടി, ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ടത്. ഇതിലേക്ക് കുറച്ച് 1 കിലോ കോഴിയാണ് കേട്ടോ, നാടൻ കോഴിയാണ്, 1 കിലോ കോഴിയാണ്. അപ്പം 1 കിലോ കോഴി നമ്മൾ ഓരോ കോഴിയായിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ നല്ലോണം മിക്സ് ആക്കി എടുക്കണം ഈ കോഴി. അങ്ങനെ ഇതൊരു 10-15 മിനിറ്റ്സ് വരെ വെക്കാം. അതൊരു വെന്ത് കിട്ടും. അങ്ങനെ വെന്ത് കിട്ടിയതിന് ശേഷം നമ്മളിത് തേങ്ങ അരച്ചിട്ടാണ് ആക്കുന്നത്. അപ്പോൾ തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് ഈ ഒരു ബാറ്റർ. എന്നിട്ട് നല്ലോണം പൊടിച്ചെടുത്തതിന് ശേഷം കറിയാക്കാം. ഇതിൽ മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യണം കേട്ടോ, കൊറിയാണ്ടർ ലീവ്സ്. അപ്പം എല്ലാം കൂടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് റെസിപ്പി, എല്ലാവരും ട്രൈ ചെയ്യുക. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്.